ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ബേബി ഫ്രോക്കാണ്. ഇതിപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാനുള്ള ഒരു അളവിലാണ്. നിങ്ങൾക്ക് എത്രയാണ് അളവ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫാബ്രിക് ഒന്നും ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഏറ്റവും കുറഞ്ഞ ഫാബ്രിക്കിൽ എങ്ങനെ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ 1/4 മീറ്റർ ബോഡി പാർട്ടിലേക്ക് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ ഫാബ്രിക്, ഇത് വന്നിട്ട് ചെറിയ ത്രെഡ് വർക്കുള്ള ഒരു ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് 1/2 മീറ്റർ, ഇത് ക്രേപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏത് ഫാബ്രിക് വേണ്ടത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു അളവിലാണ് ഇവിടെ എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 1 വയസ്സുള്ള തൊട്ടിട്ട് 2 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് ഈ ഒരു അളവ് മതിയാകും. ഓക്കെ, ഇത് ലൈനിങ് പീസാണ്. ഇത് ഞാൻ 2 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ടിലെയും ബാക്കിലെയും വേണ്ടിയിട്ട് 1/4 മീറ്റർ തന്നെയാണ് ഇതിൻ്റെ അളവ്. അപ്പോൾ നമ്മൾ ബാക്കിലെ പീസ് ഇതൊന്ന് മാറ്റി വെക്കുക. ഫ്രണ്ടിലെ പീസിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ബോഡി മെഷർമെൻറ്റ് ഫുള്ള് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഏത് ഏജിലുള്ള കുട്ടികൾക്കുള്ള ഫ്രോക്ക് തയ്ച്ചെടുക്കാൻ കഴിയും. കറക്റ്റ് മെഷർമെൻറ്റ് മാത്രം നമുക്ക് എടുത്താൽ മതി. ഓക്കെ, നമ്മളിവിടെ ആദ്യം തന്നെ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഷോൾഡർ 7.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 3.25 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 3.25 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ സ്റ്റിച്ചിങ് എലവൻസിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 4.25 ഇഞ്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആം ഹോൾ എത്രയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. നമുക്കിവിടെ 4 ഇഞ്ചാണ് ആം ഹോൾ വേണ്ടത്. അതിൻ്റെയോടൊപ്പം ഒരു 1/2 ഇഞ്ച് ഞാൻ ഇതുപോലെ തന്നെ എക്സ്ട്രാ ഇവിടെ കൊടുക്കുന്നുണ്ട് സ്റ്റിച്ചിങ് എലവൻസിന്. അപ്പോൾ 4.5 ഇഞ്ച് നമ്മളിവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ ഷോൾഡർ പോയിന്റ് മാർക്ക് ചെയ്ത അവിടെ നിന്നും താഴേക്ക് ഇതുപോലെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് താഴെ കിട്ടിയിട്ടുള്ള 2 പോയിന്റുകൾ തമ്മിലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കണം. ഇനി നമ്മൾ എത്രയാണ് ഈ ഷോൾഡർ പോയിന്റിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ സെയിം അളവ് നമുക്ക് ഈ ലൈനിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ 4.25 ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്തത്. അപ്പം 4.25 ഇഞ്ച് തന്നെ താഴെയും മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ ആ 2 പോയിന്റുകൾ തമ്മിൽ വരച്ചെടുക്കാം. എവിടെയാണ് നമ്മൾ ആം ഹോൾ വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റ് ലെങ്ത് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വേസ്റ്റ് ലെങ്ത് എത്രയാണെന്ന് നോക്കാം. അതിനോട് 1/2 ഇഞ്ച് മുകളിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1/2 ഇഞ്ച് താഴെയും എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ വേസ്റ്റ് ലെങ്ത്തിനോട് 1 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് വേണം ഇവിടെ അളവെടുക്കാൻ. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ലെങ്ത് 7 ഇഞ്ചായിരുന്നു. അതിനോട് 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക. അപ്പോൾ 8.5 ഇഞ്ചാകും. പിന്നെ ഇത് ആദ്യമൊക്കെ ചെയ്ത് നോക്കുന്നവർക്ക് എക്സ്ട്രാ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവസാനം നമ്മൾ അതായത് ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഫുള്ള് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് വെട്ടി കൊടുത്താൽ മതി. ഞാനിവിടെ 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതുപോലെ തന്നെ നമ്മൾ ആ 2 പോയിന്റുകൾ തമ്മിലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യണം. നമ്മൾ ഈ ഒരു ലൈനിലാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ചെസ്റ്റിൻ്റെ 4/1 ഭാഗം പ്ലസ് 1 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് 21.5 ഇഞ്ചാണ് ചെസ്റ്റ്. അപ്പോൾ 22 തന്നെ നമുക്ക് കൂട്ടാം. 22/4 5.5 പ്ലസ് 1 ഇഞ്ച് നമ്മൾ ഇതുപോലെ എക്സ്ട്രാ സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 5.5 ഇഞ്ചും 6.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് വേസ്റ്റിലും നമ്മൾ വേസ്റ്റ് ലെങ്ത്തിൻ്റെ 4/1 ഭാഗം അതിനോടൊപ്പം തന്നെ പ്ലസ് 1 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് വിഡ്ത്ത് 20 ഇഞ്ചാണ്. 20/4 5 ഇഞ്ച്. 5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. 6 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്കിതുപോലെ ഈ പോയിന്റുകൾ തമ്മിലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നമുക്കിവിടെ ആം ഹോളാണ് വരച്ചെടുക്കേണ്ടത്. നമ്മളിവിടെ ആം ഹോൾ വരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കോണിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ഇതുപോലെ കോണായിട്ട് വേണം 3/4 ഇഞ്ച് മാർക്ക് ചെയ്യാൻ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം.
ഓക്കെ. ഇത് നമ്മളെ പിറകിലുള്ള കൈക്കുഴിയാണ്. നമ്മൾ ഫ്രണ്ടിൽ കുറച്ചൊന്ന് കുഴിച്ച് വരയ്ക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ ലൈനിൻ്റെ പകുതി എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. നമ്മളിവിടെ 4 ഇഞ്ചാണ് ഇട്ടത്. അപ്പം നമുക്ക് 2.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിൽ നിന്നും അകത്തേക്ക് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ അകത്തേക്ക് കൊടുക്കുക, മാർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിറകിലുള്ള കൈക്കുഴിയുടെ ആ ലൈനിലൂടെ തന്നെ ഒരു 1.5 ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം ഇതിലൂടെ ഷേപ്പ് ചെയ്തെടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യമേ നമ്മൾ ഷേപ്പ് ചെയ്യരുത്. പിറകിലുള്ള കൈക്കുഴിയുടെ ആ ലൈനിലൂടെ നമ്മൾ വരച്ചിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് പതുക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. കണ്ടില്ലേ? ഇനി നമുക്ക് നെക്കാണ് വരച്ചെടുക്കേണ്ടത്. നെക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരച്ചെടുക്കാം. നമ്മൾ നെക്ക് ഇവിടെ 4.25 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 2.3 നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്കിൻ്റെ വിഡ്ത്ത് എപ്പോഴും അകത്തേക്ക് 1/2 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടിയിട്ട്. ഓക്കെ. ഇനി ലെങ്ത്ത് എത്രയാണ് നെക്കിന് അത് തന്നെ നമ്മൾ സെയിം മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ ഒന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. 3 ഇഞ്ച് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്നും 3 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തു. ഇനി നമുക്കിതൊരു ബോക്സ് ആക്കി വരച്ചെടുക്കണം. നമുക്ക് നെക്ക് വളരെ എളുപ്പത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ബോക്സ് ആക്കി വരച്ചെടുക്കുന്നത്. അപ്പം ഞാനിവിടെ പിറകിലുള്ള നെക്കും ഫ്രണ്ടിലെ നെക്കും 3 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ അളവ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് പിറകിലെ നെക്ക് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ മതിയെങ്കിൽ അതൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ഒന്ന് നമ്മുടെ നെക്ക് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ റൗണ്ട് നെക്ക് അല്ലാതെ നമുക്ക് വി നെക്കും ചെയ്യാം. കോമൺ ആയിട്ട് കുട്ടികളുടെ നെക്ക് റൗണ്ട് നെക്ക് തന്നെ ആയിരിക്കും. അതെല്ലാം നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ പിറകിൽ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഫാബ്രിക്, അതായത് ലൈനിങ് ഫാബ്രിക് എടുക്കുക. അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം. നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു 1/4 ഇഞ്ച് ഇതുപോലെ പുറത്തേക്ക്, ബാക്കിലെ ലൈനിങ് പീസ് പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടാവണം ഇതുപോലെ വെച്ചെടുക്കാൻ. കണ്ടില്ലേ? അതായത് ഫ്രണ്ടിലെ ലൈനിങ് പീസിനേക്കാൾ 1/4 ഇഞ്ച് പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം ബാക്കിലുള്ള ലൈനിങ് പീസ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ. കണ്ടില്ലേ? ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ ചെറിയൊരു കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് മാർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഷോൾഡർ ഒന്ന് ചെരിച്ച് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കൈക്കുഴിയുടെ ആ വരയിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ നെക്കിലെ ആ ഒരു പോയിന്റും ഈ ഒരു പോയിന്റ് നമ്മളൊന്ന് ചെരിച്ച് വരയ്ക്കണം. അതെനിക്ക് മറന്നു പോയതാണ് നേരത്തെ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ പിറകിലുള്ളതാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൈക്കുഴി ഫ്രണ്ടിലുള്ളത് വരച്ചതിലൂടെ അല്ല ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. നമ്മൾ പിറകിലുള്ള കൈക്കുഴിയൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ. നെക്ക് ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും സെയിം അളവായതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അതല്ല ഡിഫറെൻറ്റ് മെഷർമെൻറ്റിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ ഫ്രണ്ടിലുള്ള നെക്ക് അല്ല, ബാക്കിലുള്ള നെക്കാവണം ആദ്യം കട്ട് ചെയ്യേണ്ടത്. ഓക്കെ. ബാക്കിലുള്ള നെക്ക്, ബാക്കിലുള്ള ആം ഹോളിൻ്റെ ആ ഒരു പോർഷനൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പിറകിലുള്ള ബോഡി പാർട്ട് ഇവിടെ കട്ടിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റിയേക്കാം. നമ്മുടെ ഫ്രണ്ടിലുള്ള ബോഡി പാർട്ടിൽ നിന്നും ഇനി നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം മാത്രം ഒന്ന് കുഴിച്ച് വെട്ടിയെടുത്താൽ മാത്രം മതി. അത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു പാർട്ടും കട്ടിങ് ഫുള്ളായിട്ടുണ്ടാവും. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ അതും കട്ട് ചെയ്തു. നമ്മുടെ ഫ്രണ്ടിലെ ബോഡി പാർട്ട് റെഡിയായി. നമ്മൾ ഇതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഇതുപോലെ സെൻറ്റർ പോയിൻറ്റുകൾ ഒന്ന് ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതുപോലെ നമ്മളിപ്പോൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റിന് വേണ്ടി വരച്ചെടുത്തിട്ട് ആ പോർഷനുകളും നമുക്കൊന്ന് ഇതുപോലെ ചെറിയൊരു മാർക്കിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ നിന്നും ഈ ഒരു ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ 2 ബോഡി പാർട്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇവിടെ മെയിൻ ഫാബ്രിക്കിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ബോഡി പാർട്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒന്ന് ചുറ്റിലും പിൻ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതായത് ഫാബ്രിക്കിനെ ഒന്ന് നടുമടക്കി അതിനെ വീണ്ടും ഒന്നുകൂടി നടുമടക്കിയതിന് ശേഷമാണ് ഇവിടെ പിൻ ചെയ്തെടുക്കുന്നത്. ഇത് കുറച്ചൊന്ന് കുഴഞ്ഞ തുണി ആയതുകൊണ്ട് ഇങ്ങനെയുള്ള തുണികളൊക്കെ എപ്പോഴും പിൻ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ മെഷർമെൻറ്റും ചെയ്യാൻ പാടുള്ളൂ, അതുപോലെ കട്ടിങ്ങും ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്തായാലും തെറ്റിപ്പോകും. നമുക്ക് കോട്ടണൊക്കെ പിൻ ചെയ്യാതെയും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. പക്ഷെ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ആകുമ്പോൾ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ, നമ്മൾ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത്, അതായത് വേസ്റ്റ് ലെങ്ത്ത് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വന്നിട്ട് 18 ഇഞ്ചാണ് ഫ്രോക്കിൻ്റെ. അതിൽ നിന്നും 7.5 നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 11.5 ആയിരിക്കും നമുക്ക് കിട്ടുക. അതിനോട് നമ്മൾ 2 ഇഞ്ച് താഴെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടും 1/2 ഇഞ്ച് മുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടും മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് എക്സ്ട്രാ മാർക്ക് ചെയ്യണം. അപ്പം നമുക്ക് 14 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ ഈ 14 ഇഞ്ചാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത്. 11.5 പ്ലസ് 2.5 അങ്ങനെ 14 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്കിതൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ സ്കേർട്ടിൻ്റെ വിഡ്ത്ത് എങ്ങനെയാണ് കാണാമെന്ന് വെച്ചാൽ, ഫ്രോക്കിൻ്റെ വേസ്റ്റ് വിഡ്ത്ത് എത്രയാണോ അതിനേക്കാൾ 3 ഇരട്ടിയാണ് നമ്മൾ സ്കേർട്ടിൻ്റെ വിഡ്ത്ത് എടുക്കാറ്. പക്ഷേ നമ്മൾ പറഞ്ഞു ഇത് ഏറ്റവും കുറഞ്ഞ ഫാബ്രിക് ഉപയോഗിച്ച് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് നമ്മുടെ വേസ്റ്റ് വിഡ്ത്തിൻ്റെ 2 ഇരട്ടി മതിയാകും. ഇനി എത്രയാണ് നമുക്ക് നമ്മുടെ കയ്യിൽ വിഡ്ത്ത് ഉള്ളത് അത് മതി. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു ഫ്രോക്കിൽ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ സാധാരണ നിങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ വേസ്റ്റ് വിഡ്ത്തിനേക്കാൾ 3 ഇരട്ടി, അതായത് ഇപ്പോൾ 20 ഇഞ്ചാണ് വേസ്റ്റ് വിഡ്ത്തെങ്കിൽ നമ്മൾ സ്കേർട്ട് പോർഷൻ എടുക്കുന്ന ഫാബ്രിക് 60 ഇഞ്ച് വേണം. അതാണ് അതിൻ്റെ കണക്ക്. ഓക്കെ, നമുക്ക് ഈ സ്കേർട്ട് പോർഷൻ്റെയും സെൻറ്റർ ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്കിൻ്റെ ഇരുവശങ്ങളിലും കെട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ഫാബ്രിക് ഒന്ന് എത്രയാണ് നോക്കുക. ഞാനിവിടെ 3 ഇഞ്ച് വീതിയുള്ളതാണ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. 3 ഇഞ്ച് വീതിയും 20 ഇഞ്ച് നീളമുള്ള 2 ഫാബ്രിക്കാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളൊന്ന് അളവെടുക്കുക, 20 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമ്മുടെ ഫ്രോക്കിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബോഡി പാർട്ട് എടുക്കുക. നമ്മൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് അതിന് മുകളിൽ ലൈനിങ് ഇതുപോലെ ഒന്ന് വിരിച്ചെടുക്കുക. നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിൽ വേണം എടുക്കാൻ, അതൊന്ന് ശ്രദ്ധിക്കണം. നമുക്കിതൊന്ന് ഇതുപോലെ പിൻ ചെയ്തെടുക്കാം.
നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം പിൻ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തും നെക്കിൻ്റെ ഭാഗത്തൊക്കെ ഒരു 1/2 ഇഞ്ച് അകത്തേക്കാക്കിയിട്ടൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കാം. ഇതിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ബിഗിനേഴ്സിന് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ പറഞ്ഞു തരുന്നത്. ഇനി നമ്മുടെ അടുത്ത വീഡിയോസിലൊന്നും ഇത്ര വിശദീകരിച്ച് പറഞ്ഞു തരില്ല. ഓക്കെ, ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വീതം അകത്തേക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഇതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്തും നമുക്ക് മാർക്ക് ചെയ്യണം. നമ്മൾ നെക്കിൻ്റെ ഭാഗത്തും കൈക്കുഴിയുടെ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തു. ഇനി നമ്മൾ ഇത് പിറകിലുള്ള ബോഡി പാർട്ടാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ നെക്കിൻ്റെ പകുതിയിൽ നിന്നും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ പകുതിയിൽ നിന്നും താഴേക്ക് ഒരു 3 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മളിവിടെ സിബല്ല, ഹുക്കാണ് വെക്കുന്നത്, കുടുക്കാണ് വെക്കുന്നത്. നമുക്കിതൊന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു പോയിന്റിൽ നിന്നും മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് വീതം വിട്ടിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. കണ്ടില്ലേ? ഇപ്പം നമ്മൾ മെയിൻ വരച്ചിട്ടുള്ള ആ ഒരു വരയുടെ ഇരുഭാഗത്തും 1/2 ഇഞ്ച് വീതം വിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒരു വി ഷേപ്പിൽ വരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഈ ഓരോ പോയിന്റിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് ആ നമ്മുടെ നീഡിൽ നമ്മുടെ മെഷീനിൽ താഴ്ത്തി വെച്ചിട്ട് ആ ഫാബ്രിക് ഒന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ആം ഹോളിൻ്റെ ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫ്രണ്ടിൽ ചെയ്യുന്നത്. ഫ്രണ്ടിൽ പിന്നെ ഈ ബാക്കിൽ നമ്മൾ ചെയ്ത ആ ഒരു ഇത് വേണ്ട. അപ്പം നമ്മുടെ ഫ്രണ്ടിലെ പാർട്ടും നമ്മൾ വരച്ചെടുത്തു. ഇതും നല്ല വശം മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ പിൻ ചെയ്തെടുക്കാൻ. നമുക്ക് ഇതിന് ചുറ്റോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ബാക്കിലെ പാർട്ട് ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു നമ്മൾ ഫസ്റ്റ് വരച്ചിട്ടുള്ള ലൈന് നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിൽ തട്ടരുത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് വരെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിൽ കട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതുപോലെയാണ് അപ്പോൾ കിട്ടുക. കണ്ടില്ലേ? അതിൻ്റെ തൊട്ടടുത്ത് വരെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ കൈയുടെ ഭാഗത്തും നെക്കിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് നോച്ചസ് ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ? ഇതുപോലെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിൽ തട്ടാതെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. നമ്മുടെ 2 പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിലെ പീസ് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിലെ പീസ് ഇപ്പം നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഫ്രണ്ടിലെ പീസ് ഇതുപോലെ ഒന്ന് പുറംതിരിച്ചെടുക്കണം. ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയി തന്നെ ഇരിക്കും. കണ്ടില്ലേ? ഇതുപോലെ നല്ല വൃത്തിയിൽ നമുക്കിതൊന്ന് പുറംതിരിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പിറകിലെ പാർട്ടിൻ്റെ ഈ അകം വശം, നമ്മൾ പറഞ്ഞല്ലോ ഇത് നല്ല വശമാണ് അകത്തേക്ക് വരുന്നത് എന്ന്. ആ ഒരു പീസിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശം വരുന്ന രീതിയിലാക്കി വെച്ചിട്ട് ഇതുപോലെ ഈ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് കൂടെ നമുക്കൊന്ന് വലിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതൊന്നും കാണില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. കണ്ടില്ലേ? ഇതുപോലെ നമ്മുടെ പിറകിലുള്ള ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് കൂടെ ഫ്രണ്ടിലെ ഷോൾഡറിൻ്റെ ആ ഒരു പീസ് വലിച്ച് കറക്റ്റാക്കി എടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഒന്ന് പിൻ ചെയ്തെടുക്കാം. നമ്മൾ കറക്റ്റ് ലെവലിലാക്കി വെക്കണം. അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ കറക്റ്റ് തന്നെയല്ലേ എന്നൊന്ന് ശ്രദ്ധിക്കണം.
അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് പിറകിലെ ഷോൾഡറിൻ്റെ ആ ഒരു ഹോളിലൂടെ നമുക്ക് ഫ്രണ്ടിലുള്ള ഷോൾഡറിൻ്റെ ആ ഒരു പീസ് ഇതുപോലെ മുകളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അറിയാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര വിശദീകരിച്ച് പറയുന്നത്. ഓക്കെ, ഇതുപോലെ ഒന്നാക്കി പിടിച്ചതിന് ശേഷം ഇവിടെ നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം വരയ്ക്കാൻ. ഇതിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇരുവശങ്ങളിലും ഇതുപോലെ തന്നെ വരച്ചെടുക്കാം. നമുക്ക് ഈ 2 സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇരുവശങ്ങളിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് പിന്നെ കോരിയിട്ട് നമുക്കിതൊന്ന് നമ്മുടെ ഫ്രണ്ടിലെ പീസൊന്ന് പുറത്തേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം. നമ്മുടെ ഷോൾഡർ ഇവിടെ ജോയിൻ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു അടയാളവും ഇപ്പോൾ ഇതിൽ കാണുന്നില്ല. വളരെ നീറ്റായി തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈക്കുഴികളുടെയും നെക്കിൻ്റെയും അരികു വശത്തിലൂടെ ഒരു പ്ലസ് സ്റ്റിച്ച് കൊടുക്കണം. ഓക്കെ, ഇതുപോലെ നമുക്കൊരു പ്ലസ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ പ്ലസ് സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ നീറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ നെക്കിൻ്റെ പോർഷനോ അതുപോലെ കൈക്കുഴിയുടെ പോർഷനൊക്കെ വളരെ നീറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ആദ്യം ചെയ്യുമ്പോഴൊന്നും ഇത്ര പെർഫെക്റ്റായി കിട്ടണമെന്നില്ല. നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അത് പിന്നെ അങ്ങനെ റെഡി ആയി വന്നോളും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്കിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഫാബ്രിക് നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിലാക്കി പിടിച്ച് അതൊന്ന് പിൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലും ഒരു വശത്തു കൂടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു 1/2 ഇഞ്ച് വിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ 2 പീസും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് നമുക്കൊന്ന് പുറം തിരിച്ചെടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പുറം തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല നീറ്റിലിരിക്കും. നമുക്ക് നമ്മുടെ ബോഡി പാർട്ട് എടുത്തിട്ട് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ലൈൻ മാർക്ക് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബോഡി പാർട്ടിൽ നമ്മൾ നോച്ചസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തമ്മിലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുത്താൽ മതി. ഇത് ഇതുപോലെ ഒന്ന് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. ഇതിന് മുകളിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വരച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റ് ചെയ്ത് നോക്കാം. നമ്മളുടെ ചെസ്റ്റും വേസ്റ്റ് വിഡ്ത്തൊക്കെ സെയിം തന്നെയാണോയെന്ന്. ഇവിടെ ഇത് സെയിം തന്നെയാണുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗത്ത് നിന്നും 1 ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതുപോലെ അകത്തേക്ക് വച്ചിട്ട് വേണം ഇത് പിൻ ചെയ്തെടുക്കാൻ. ശ്രദ്ധിക്കണം, ആദ്യമായിട്ട് ചെയ്യുന്നവർ നന്നായി ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ അകത്തേക്ക് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഫാബ്രിക് അകത്തേക്ക് വരുന്ന രീതിയിൽ വേണം പിൻ ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടുകയുള്ളൂ. ഓക്കെ, കണ്ടില്ലേ? ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ ബോഡി പാർട്ട് കറക്റ്റ് അളവ് തന്നെ വെച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിന് ചുറ്റിലൊന്ന് പിൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇരുവശങ്ങളിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ശേഷം നമുക്കിവിടെ 1 ഇഞ്ച് മതി. നമ്മൾ പിറകിലുള്ളത് 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് അലവൻസിന്. അപ്പോൾ നമുക്കിവിടെ 1 ഇഞ്ച് മതിയാവും എക്സ്ട്രാ ഫാബ്രിക്. 1 ഇഞ്ച് വേണ്ട, 1/2 ഇഞ്ച് മതി. പക്ഷെ നമ്മളിവിടെ 1 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബാക്കി ബാലൻസ് ഫാബ്രിക് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. കണ്ടില്ലേ, നമ്മുടെ ബോഡി പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പുറം തിരിച്ച് നോക്കാം. നമ്മൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ഈ ബോഡിയുടെ പുറം ഭാഗത്ത് ഇവിടെ ഹുക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാനിതിൽ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ പോർഷന് തയ്യാറാക്കാം. അപ്പോൾ നമ്മളിത് സ്കേർട്ടിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുള്ള മെയിൻ ഫാബ്രിക്കാണ്. അതിനേക്കാൾ ഒരു 3 ഇഞ്ച് ലെങ്ത്ത് കുറവുള്ള മറ്റൊരു പീസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ ഫാബ്രിക്കും ലൈനിങ് പീസും മുകൾ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കിത് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഇതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇതുപോലെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിലാക്കി പിടിച്ചിട്ടൊന്ന് ഇത് മടക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് നടുമടക്കി നമ്മുടെ ഫാബ്രിക് എല്ലാം കറക്റ്റ് ഒന്നിനു മീതെ ഒന്ന് വരുന്ന രീതിയിൽ തന്നെ ആക്കി പിടിക്കുക. എന്നിട്ടൊന്ന് പിൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ഫാബ്രിക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു 1 ഇഞ്ചോ 1/2 ഇഞ്ചോ വിട്ടിട്ട് വേണം ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഓക്കെ, ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ മുകൾ ഭാഗമാണ് നമ്മൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിവിടെ കുറച്ചൊരു ചുരുക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതറിയാത്തവർ നമ്മുടെ സാധാരണ സൂചിയും നൂലും എടുക്കുക. കണ്ടില്ലേ, സാധാരണ സൂചിയിൽ നൂല് കോർത്തെടുത്തിട്ടുള്ളതാണിത്. അതിനുശേഷം നമുക്കിവിടെ ഒന്ന് അതായത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്തിൻ്റെ മുകളിലേക്കായിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് വെറുതെ നമ്മൾ സാധാരണ സ്റ്റിച്ച് കൈകൊണ്ട് തുന്നില്ലേ, ആ ഒരു സ്റ്റിച്ചാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഫ്രോക്കിന് കുറച്ച് ഞൊറികൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, കണ്ടില്ലേ, ഇതുപോലെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കിതിന് ചുറ്റിലും ചെയ്ത് കൊടുക്കാം. നമ്മളിതിൻ്റെ ചുറ്റുവശത്തും ഇതുപോലെ കൈകൊണ്ട് തുന്നിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മുടെ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ നൂലൊന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചുരുക്കുകൾ അവിടെ വരുന്നതായിട്ട് കാണാം. നമ്മൾ ഈ ചുരുക്കുകളെല്ലാം കറക്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വരുന്ന രീതിയിലാക്കി പിടിക്കുക. നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ആ ഒരു വിഡ്ത്ത്, താഴെയുള്ള വേസ്റ്റ് വിഡ്ത്ത് എത്രയാണോ അതിന് കറക്റ്റ് അളവിലാക്കിയിട്ട് നമുക്കിതിനെ ഇതുപോലെ ഞൊറിയിട്ട് കൊടുത്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാ ഞൊറികളും ഒരേ അളവിൽ വരുന്ന രീതിയിലാക്കിയിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബോഡി പാർട്ട് നല്ല വശം കണ്ടില്ലേ, ഇതുപോലെ പുറത്തേക്ക് വരുന്ന രീതിയിലാക്കി പിടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിന് മുകളിലേക്കായിട്ട് നമുക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ പോർഷന് ഓക്കെ ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ നല്ല വശവും അകത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മളിത് പിൻ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിതിന് ചുറ്റിലൊന്ന് പിൻ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളിതിന് ചുറ്റിലും പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലൂടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 തവണ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ സ്കേർട്ട് പോർഷൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഓരോ ഇഞ്ച് അകത്തേക്ക് മടക്കി ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ കണ്ടില്ലേ, ഫ്രോക്ക് സ്റ്റിച്ചിങ് ഇവിടെ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്രോക്ക് കുറച്ച് ഭംഗിയുള്ളതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലവർ വെച്ചിട്ടോ അല്ലെങ്കിൽ ബട്ടൺ വെച്ചിട്ടോ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ഒരു ബട്ടനാണ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെയുള്ള 3 ബട്ടനാണ് ഞാൻ ഇവിടെ തുന്നി പിടിപ്പിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 1 വയസ്സിനും 2 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ വീഡിയോക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. നമ്മൾ ഇനി അടുത്തുള്ള ഫ്രോക്കിൻ്റെ വീഡിയോയിലൊന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കുറച്ചൊരു വിശദീകരിച്ചിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് അമർത്തുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.